നമസ്കാരം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഫെബ്രുവരി മാസത്തിൽ സാഹസ പ്രവൃത്തികളിൽ നിന്നും പിന്മാറേണ്ടതാണ്. യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് വഴി തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ ക്രമാനുഗതമായ പുരോഗതി ഉണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതാവസ്ഥകൾ പരിഹരിക്കുന്നത് വഴി തൊഴിൽ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുവാൻ തയ്യാറാകും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗത്തിന് നിയമന അനുമതി ലഭിക്കും. ഗവൺമെൻറ് തലത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സസൂക്ഷ്മം ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. ഏതൊരു കാര്യവും ബഹുമുഖ പ്രതിഭകളെ പരിചയപ്പെടുവാനുള്ള അവസരം, സന്തോഷപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുന്നതിന് വഴിയൊരുക്കും. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടാകും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഗുണകരമായി തീരും. നിയതമായിട്ടുള്ള വ്യവസ്ഥകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടും. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ അംഗീകാരം ലഭിക്കും. ഏറ്റെടുത്ത ദൗത്യത്തിന് പൂർണ്ണത കൈവരും. സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ നിഷ്പ്രയാസം അതിജീവിക്കുവാൻ സാധിക്കും. വ്യാപാര വിപണന വിതരണ മേഖലയിൽ നിന്നും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുന്നത് ഗുണകരമായി തീരും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ പരിഗണിക്കും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനുള്ള യോഗമുണ്ട്. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അനുകൂലമായ അനുമതി ലഭിക്കും. ഏതൊരു കാര്യവും വളരെ നിഷ്പ്രയാസം സാധിക്കുന്നതിനുള്ള അവസരം അനിഴം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. നമസ്കാരം.